കൂട്ടുകാരെ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് നല്ലതുപോലെ തണുപ്പിച്ചിട്ടുള്ള സപ്പോട്ട എടുക്കുക. സപ്പോട്ടയുടെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് വേണ്ട എടുക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് നന്നായി തണുപ്പിച്ചിട്ടുള്ള റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബോൺവിറ്റയുടെ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ. അതിന് പകരം നമുക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പഞ്ചസാരയോ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ബൂസ്റ്റിൻ്റെ മധുരം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡേറ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തുള്ള പാലാണിത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാനൊരു ചെറിയ പാക്കറ്റ് ബോൺവിറ്റ് കൂടി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.